ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ നാത്തൂന് നാട് കിടത്തുകയാണ് കേട്ടോ. അവൾ ദുബായിക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഒന്ന് ചുമ്മാ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് എല്ലാം ഇവിടെയുണ്ട്. അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്നും അഞ്ജുവിൻ്റെ ഹസ്ബൻഡും അഞ്ജുവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട് ഇവളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് നല്ല ടെൻഷനുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കുഞ്ഞിനെ ഇട്ടിട്ട് പോകുന്നതിൻ്റേതായിട്ടുള്ള ഒരു സങ്കടമൊക്കെ ഏതമ്മമാർക്കാണെങ്കിലും കാണുമല്ലോ. അതിൻ്റെ വിഷമങ്ങളും സങ്കടത്തിലും ഒക്കെയാണ് അവൾ. അങ്ങനെ പെട്ടിയൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് നമ്മുടെ കാറിലേക്ക് കയറ്റി വെക്കുകയാണ് കേട്ടോ. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കുക. ഞങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ ഇതൊക്കെ നോക്കി കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞുമ്മയുടെ വീടിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞങ്ങളുടെ റിലേറ്റീവ്സ് ആര് ഗൾഫിൽ പോയാലും ഇവിടെ നിന്നാണ് പോയത്. ഞാൻ പോയപ്പോഴും ഇതേപടി എല്ലാവരും പാക്ക് ചെയ്ത് തന്ന് എല്ലാം റെഡിയാക്കി കയറ്റിയാണ് വിട്ടത്. എയർപോർട്ടിലേക്ക് യാത്രയാക്കാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അഞ്ജുവിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയുണ്ട്. അവരുള്ളതിനാലാണ് ആരും എയർപോർട്ടിലേക്ക് പോകാത്തത്. അവരുണ്ടല്ലോ കൂടെ. അപ്പോൾ പിന്നെ ഇവിടെ നിന്നും എല്ലാവരും കൂടി 2 വണ്ടിയിലാക്കി പോവണ്ടല്ലോ. അതുകൊണ്ട് ഒരു വണ്ടിയിലായി എല്ലാവരും പോവുകയാണ്. എല്ലാവരും പരസ്പരം ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പോകുന്നതിൻ്റെ വിഷമവും സങ്കടങ്ങളും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പിന്നെ സന്തോഷമാണല്ലോ. ഒരു ജോലി കിട്ടി പോകുന്നതും അതിനെ അധ്വാനിക്കുന്നതും ഒക്കെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണല്ലോ. കുഞ്ഞിനെ ഇട്ടിട്ട് പോകുന്നതിൻ്റെതായിട്ടുള്ള ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ. കുഞ്ഞിനെ അവൾക്ക് കാണാൻ പറ്റില്ലല്ലോ ഇനി വരുന്നിടം വരെ. 7 മാസമായതല്ലേ ഉള്ളൂ കുഞ്ഞിന്. അപ്പോൾ പൊടിക്കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമ്പോൾ ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്ന വിഷമങ്ങൾ അവൾക്കും ഉണ്ടാകുമല്ലോ. ഈ വിഷമങ്ങളിൽ നിന്നും പൊരുത്തപ്പെടാൻ അവൾക്ക് പറ്റട്ടെ. കുഞ്ഞിനെ കാണത്തിൻ്റെ വിഷമം എല്ലാ അമ്മമാർക്കും ഉണ്ടാകുമല്ലോ. ഇനിയുള്ള പുതിയ സ്ഥലം, പുതിയ ജോലി, പുതിയ ആൾക്കാർ, എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് വരണമല്ലോ. അതാവുമ്പോൾ പതിയെ ഈ വിഷമങ്ങൾ മാറാം. എങ്കിലും കുഞ്ഞിനെ കാണാത്ത വിഷമം എല്ലാ അമ്മമാർക്കും ഉള്ളിൽ ഉണ്ടാവുമല്ലോ. എല്ലാത്തിനും സഹിക്കാനുള്ളൊരു മനോധൈര്യം അവൾക്ക് കൊടുക്കട്ടെ. ചെല്ലുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ളൊരു അന്തരീക്ഷം അവൾക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ സുഹൃത്തുക്കളെ? ഇതുപോലെ കുറച്ച് നാളിന് മുമ്പ് ഞാൻ ഇതുപോലൊരു യാത്ര പോയതിനാൽ എനിക്കും അറിയാൻ കഴിയും ഉള്ളിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി ഒരാളിനെയും കുറേ നാളത്തേക്ക് കാണാൻ കഴിയാതെ വരുമ്പോഴുള്ള സങ്കടങ്ങളും വിഷമങ്ങളും. പ്രവാസികൾക്കല്ലാതെ വേറെ ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഞാനൊരു പ്രവാസിയല്ലെന്നുണ്ടെങ്കിലും കുറച്ച് നാളത്തേക്കുമെങ്കിലും ഞാൻ പോയിട്ടുള്ളതിനാൽ എനിക്ക് ആ ഫീലിങ്സ് മനസ്സിലാവും. അവിടെ ഹസ്ബൻഡിന് നല്ല വിഷമമുണ്ട് കേട്ടോ. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം. എല്ലാ ആണുങ്ങളും അങ്ങനെയാണല്ലോ, വിഷമങ്ങളൊന്നും പുറത്ത് കാണിക്കാത്തൊരു ടൈപ്പാണ് ചിലർ. എൻ്റെ ഹസ്ബൻഡിനെ പോലെ. വരൂ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അവളെ ഒന്ന് യാത്രയാക്കിയിട്ട് വന്നാലോ? അങ്ങനെ എല്ലാവരും കാറിലേക്ക് അവളെ യാത്രയാക്കുകയാണ്. രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങ് എത്തണമല്ലോ. 4 മണിക്കൂർ മുമ്പെങ്കിലും അങ്ങ് എത്തണ്ടേ. അപ്പോൾ അവളെ നമുക്ക് യാത്രയാക്കി എല്ലാവരും സന്തോഷത്തോടെ അവളെ യാത്രയാക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തും ഒന്ന് സഹായിക്കണേ. കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇതുപോലുള്ള ചെറിയ വീഡിയോ ആയിട്ട്